പണ്ടൊരു നാൾ ഒരു വേനൽക്കാല സായാഹ്നത്തിൽ ഒരു മുയൽ തെങ്ങിൻ ചുവട്ടിൽ കിടന്ന് മയങ്ങുകയായിരുന്നു. ഉച്ചയ്ക്ക് വയറ് നിറയെ ക്യാരറ്റ് തിന്ന് വയർ വല്ലാതെ വീർത്തിരുന്നു. കൂർക്കം വലിച്ചങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നല്ലൊരു സ്വപ്നം കണ്ടു. ലോകം പൊട്ടി ചിന്നി ചിതറിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിന് തോന്നി. മുയൽ മയങ്ങിക്കൊണ്ടിരുന്നതിന് വളരെ അടുത്തായി നല്ല ഉണങ്ങിയ തേങ്ങ വന്ന് വീണതും ഇടി പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. മുയൽ പെട്ടെന്ന് ആ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. ഭൂമി പൊട്ടിച്ചിതറുന്ന ശബ്ദമാണ് അതെന്നാണ് മുയലിന് തോന്നിയത്. മുയൽ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോയി. ലോകം അവസാനിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഓട്ടം. മുയലിന്റെ പരാക്രമം കണ്ടതും മറ്റു മൃഗങ്ങളും ലോകാവസാനം വന്നേ, ലോകം അവസാനിക്കുന്നേ എന്നർത്ഥമില്ലാതെ വിളിച്ചു കൂവിക്കൊണ്ട് പുറകെ ഓടി. അങ്ങനെ മൃഗങ്ങളെല്ലാവരും കൂടി കൂട്ടം കൂട്ടമായി ഓടി കാടിന്റെ നടുവിൽ കാട്ടുരാജാവായ സിംഹത്തിന്റെ ഗുഹയുടെ അരികിലെത്തി. സിംഹം നല്ലവണ്ണം ഭക്ഷണം കഴിച്ച് കുറച്ചു മുൻപ് ഉറങ്ങാൻ കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് മൃഗങ്ങൾ ഉച്ചത്തിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുന്ന ശബ്ദം കേട്ടതും സിംഹത്തിന്റെ ഉറക്കം തടസ്സപ്പെട്ടു. സിംഹം ഗുഹയുടെ പുറത്തേക്ക് വന്ന് ഗർജിച്ചു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വേളം വെക്കുന്നത്? നിങ്ങൾക്കെല്ലാം ഭ്രാന്ത് പിടിച്ചോ? മഹാരാജാവേ, ലോകാവസാനം അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും ജീവനും കൊണ്ട് ഇങ്ങനെ ഓടുന്നത്. ശുദ്ധ അസംബന്ധം. നിങ്ങളോട് ആരാ പറഞ്ഞത്? ആന കരടിയെ ചൂണ്ടിക്കാണിച്ചു. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞ് ഒടുവിൽ സിംഹത്തെ കണ്ട് ഭയന്നു വിറയ്ക്കുന്ന മുയലിനടുത്തെത്തി. പേടിച്ചരണ്ട മുയലിനോട് സിംഹം ചോദിച്ചു, ലോകാവസാനമായത് നിനക്ക് തോന്നാൻ എന്തായിരുന്നു കാരണം? അത് പിന്നെ ഞാൻ തെങ്ങിൻ ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ലോകം പൊട്ടിച്ചിതറുന്നത് പോലൊരു സ്വപ്നം കണ്ടു. ഞെട്ടി ഉണർന്നതും ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദവും കേട്ടു. സിംഹത്തിന് കാര്യം പിടികിട്ടി. സിംഹം എല്ലാ മൃഗങ്ങളെയും മുയൽ കിടന്നുറങ്ങിയ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ നിസാരനായ ജീവി നാളികേരം വിടുന്ന ശബ്ദമാണ് കേട്ടത്. പേടിച്ചരണ്ട അവൻ ഊഹാമുഖം പരത്തുവാൻ തുടങ്ങി. ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ കിംവദന്തികളൊന്നും വിശ്വസിക്കരുത്. അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾക്കെല്ലാം ലജ്ജ തോന്നി. ഇനി മേലാൽ ഒരു കാര്യവും കേട്ടപാടെ കണ്ണടച്ച് വിശ്വസിക്കില്ലെന്ന് അവർ തീരുമാനിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? മുയൽ പറഞ്ഞു പരത്തിയ കെട്ടുകഥ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുകയാണ് ഉണ്ടായത്. ഈ കഥയുടെ സാരം നാം കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല. കേട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് സത്യം ബോധ്യമായ ശേഷമേ അത് വിശ്വസിക്കാൻ പാടുള്ളൂ. കേട്ടല്ലോ കൂട്ടുകാരെ?